തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു ക്രൈസ് എന്ന് പറയുന്നത് നല്ല നല്ല വീടുകൾ പണിയുക എന്നുള്ളതാണ്. പുതിയ രീതികളിൽ നല്ല സമ്പത്ത് മുടക്കി നമ്മുടെ നാട്ടിൽ ഒരുപാട് വീടുകൾ പണിയുന്നുണ്ട്. ഈ വീടുകൾ ഒരു പക്ഷേ ഒരഭിമാനത്തിൻ്റെ അടയാളം പോലെയോ അല്ലെങ്കിൽ സമ്പത്തിന് മാറ്റൊരുക്കുന്നതായിട്ടോ ഒക്കെ കണക്കാക്കാൻ സാധിക്കും. വീട് പണിതാൽ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ചിന്ത. കല്ലും സിമൻറ്റും തടിയും ഒക്കെ ഉണ്ടെങ്കിൽ വീട് പണിയാൻ പറ്റും. വീടിനെ ഒരു ഭവനമാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. വീട് ഭവനമാകണമെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ നന്മയുണ്ടാകണം, ദൈവമുണ്ടാകണം, നല്ല നല്ല കാഴ്ചപ്പാടുകളുണ്ടാകണം, അവർ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മനുഷ്യരാകണം. അതാ ഒരു ഭവനത്തിൽ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളൊക്കെ. വീട് പണിതു എന്നതുകൊണ്ട് അവിടെ എല്ലാ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നില്ല. വീടെന്ന വാക്കിൻ്റെ അർത്ഥം പോലും കുറെ കൂടി വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുക. നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ എന്നോട് പറയും, ഞങ്ങൾ ഇന്ന ഭാഗത്താണ് താമസിക്കുക, ഞങ്ങളുടെ വീട് ഇന്ന സ്ഥലത്താണ്, അല്ലെങ്കിൽ ഇന്ന വാടക വീട്ടിൽ ഞങ്ങൾ താമസിക്കുക, സ്വന്തം വീട് ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിരിക്കും. പക്ഷേ നിങ്ങൾ പാർക്കുന്ന ആ വീടിനപ്പുറം മറ്റൊരു വീടുണ്ട്, ഒന്നാന്തരം വീടൊക്കെ ഉണ്ട്. പക്ഷേ ഭാര്യയും ഭർത്താവും ഭിന്നതയിലാണെങ്കിലോ, ഞങ്ങളിപ്പോൾ പരസ്പര ഭിന്നതയിലാണ് താമസിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ഭിന്നത ഭവനമായി മാറിയില്ലേ? ഞങ്ങൾ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലാണ് കഴിയുന്നത് എന്ന് പറയുമ്പോൾ സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെ ഭവനമായി മാറിയില്ലേ? ഞങ്ങളിപ്പോൾ അകൽച്ചയിലാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അകൽച്ച നിങ്ങളുടെ വീടായി മാറി. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ പലതും നമ്മുടെ വീടുകളായിട്ട് മാറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട് എന്താണ് നമ്മളൊന്ന് കണ്ടെത്തുക. നമ്മൾ എവിടെ താമസിക്കുന്നു? അത് സ്നേഹത്തിലാണോ കഴിയുക, അകൽച്ചയിലാണോ കഴിയുക, ഭിന്നതയിലാണോ കഴിയുക, ദാരിദ്ര്യത്തിലാണോ കഴിയുക എന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ അതൊക്കെ നമ്മുടെ ഭവനമായി മാറും നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനചിന്ത എന്ന് പറയുന്നത് ഒന്ന് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നല്ല ഭവനങ്ങൾ നമുക്കുണ്ടാവണം. അവിടെ നന്മയുടെ ജീവിതവും സന്തോഷവും സമാധാനവും ഉണ്ടാകണം. യേശുവിനോട് ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ, അങ്ങ് എവിടെ താമസിക്കുക? കൃത്യമായ ഉത്തരവൊന്നും യേശു കൊടുക്കുന്നില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ യേശു പറയും, ഞാൻ വസിക്കുന്നത് എൻ്റെ പിതാവിലാണ്. പിതാവ് യേശുവിൻ്റെ ഭവനമായി തീരുകയാണ്. യേശു നമ്മോട് പറയും, നിങ്ങൾ എൻ്റെ ഭവനമാണ്, ഞാൻ നിങ്ങളുടെ ഭവനമാണ്. ഒരു വിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഈ ചിന്ത നമ്മളെ കുറേ ധന്യരാക്കും. അതുകൊണ്ട് നമ്മുടെ ഭവനം എന്ന് പറയുന്നത് എന്താണെന്നതിനെക്കുറിച്ച് നമുക്കൊരു വീണ്ടും വിചാരമുണ്ടാകട്ടെ. എന്നിട്ട് നമ്മുടെ ഭവനങ്ങളെ ദൈവഭവനങ്ങളാക്കി മാറ്റുക. അതല്ലേ സന്തോഷത്തിൻ്റെ ഇടമെന്ന് പറയുന്നത്?